എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈഡ്രോ കാർബൺസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഹൈഡ്രോ കാർബൺസിൻ്റെ നെയിമിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ. 3 എണ്ണം സെപ്പറേറ്റ് പഠിച്ചു, 3 എണ്ണം കൂടെ ഒരുമിച്ച് വരുന്നതും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഫാമിലിയാണ്, ആ ഫാമിലി ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്ന ഫാമിലിയാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇവർ വരുന്ന കേസ് നമുക്ക് ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പാക്കി ഡിസ്കസ് ചെയ്യാം. ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഏറ്റവും ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഹൈഡ്രോ കാർബണിൻ്റെ ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. കാർബണും ഹൈഡ്രജനും അല്ലാതെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് എക്സ്ട്രാ വരുന്നു, ആ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. കാർബണും ഹൈഡ്രജനും വരുന്നത് മാത്രമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബണും ഹൈഡ്രജനും കൂടാതെ ചില സ്പെസിഫിക് ഗ്രൂപ്പുകൾ. അതിനകത്ത് ചിലപ്പോൾ കാർബൺ കാണാം, ഹൈഡ്രജൻ കാണാം, അല്ലെങ്കിൽ എന്തായാലും സ്പെസിഫൈഡ് ഗ്രൂപ്പുകളായിരിക്കും. ആ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ഫാമിലിയാണ്, അതിനെയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, കാർബണൈൽ. ഫങ്ഷണൽ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ഫാമിലിയാണ് കാർബണൈൽ. കാർബണൈലിനെ നമ്മൾ വിളിക്കുന്ന പേര് C+O. ഇതാണ് കാർബണൈൽ. കാർബണിൻ്റെ ഒരു ഭാഗത്ത് ഡബിൾ ബോണ്ടും ബാക്കി 2 സൈഡും ഫ്രീ. ഇതാണ് കാർബണൈൽ. ഈ കാർബണൈലിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുണ്ട്, ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പുണ്ട് കാർബണൈലിൽ മാത്രം. അതിൽ ഓരോന്നായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാർബണൈലിൽ C+O ആണ് വരുന്നത്. അതിൻ്റെ 2 വാലൻസി ഫ്രീ ആണ്. ആ 2 വാലൻസിയിൽ ഒരു വാലൻസിയിൽ കാർബണും ഒരു വാലൻസിയിൽ ഹൈഡ്രജനും ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് ആൽഡിഹൈഡ്. ഒന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബണൈലിൽ വരുന്നത്. കാരണം C+O ഉണ്ട്, ബാക്കി 2 വാലൻസി നോക്കുക. C+O ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. ആ C+O ഒരു സൈഡിൽ കാർബണും ഒരു സൈഡിൽ ഹൈഡ്രജനും ആണെങ്കിൽ ആൽഡിഹൈഡ് ആയിരിക്കും. C+O 2 സൈഡിലും കാർബൺ ആണെങ്കിൽ അത് കീറ്റോൺ ആയിരിക്കും. C+O ഇത് വേണ്ട, അപ്പം ഞാൻ ജസ്റ്റ് താഴെ ഞാൻ എഴുതുകയാണ്. C+O ഒരു സൈഡിൽ കാർബണും ഒരു സൈഡിൽ OH, H അല്ല OH ആണെങ്കിൽ ആസിഡ് ആയിരിക്കും. ആസിഡ്, കാർബോക്സിലിക് ആസിഡ്. C+O ഒരു സൈഡിൽ കാർബണും ഒരു സൈഡിൽ OU ആണെങ്കിൽ, കാർബണും OU ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് എസ്റ്റർ. C+O ഒരു സൈഡിൽ കാർബണും ഒരു സൈഡിൽ NH2 ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് അമൈഡ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതാ ഇവിടെ. C+O ഒരു സൈഡിൽ കാർബണും ഒരു സൈഡിൽ Cl ആണെങ്കിൽ വിളിക്കുന്ന പേര് ആസിഡ് ക്ലോറൈഡ്. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട് കാർബണൈൽ തന്നെ? കാർബണൈൽ എന്ന് പറയുന്ന ഫാമിലി തന്നെ, അല്ലെങ്കിൽ കാർബണൈൽ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് 6 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് ആൽഡിഹൈഡ്, രണ്ടാമത്തത് കീറ്റോൺ, മൂന്നാമത്തത് ആസിഡ്, നാലാമത്തത് എസ്റ്റർ, അഞ്ചാമത്തത് അമൈഡ്, ആറാമത്തത് ആസിഡ് ക്ലോറൈഡ്. ഈ 6 എണ്ണമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവരെല്ലാവരും ഒരു ഫാമിലിയിൽ വരുന്ന ആളാണ് കാർബണൈൽ എന്ന് പറയുന്ന ഫാമിലി. C+O ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കാർബണൈൽ. ആ C+O ഗ്രൂപ്പിൻ്റെ 2 സൈഡിലും കാർബൺ ആണെങ്കിൽ കീറ്റോൺ ആയിരിക്കും. ഒരു സൈഡിൽ കാർബൺ ഒരു സൈഡിൽ ഹൈഡ്രജൻ ആണെങ്കിൽ ആൽഡിഹൈഡ്. ഒരു സൈഡിൽ കാർബൺ ഒരു സൈഡിൽ OH ആണെങ്കിൽ ആസിഡ്. ഒരു സൈഡിൽ കാർബൺ ഒരു സൈഡിൽ OU ആണെങ്കിൽ എസ്റ്റർ. ഒരു സൈഡിൽ സിയും ഒരു സൈഡിൽ NH2 ആണെങ്കിൽ അമൈഡ്. ഒരു സൈഡിൽ സിയും ഒരു സൈഡിൽ Cl ആണെങ്കിൽ ആസിഡ് ക്ലോറൈഡ്. ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യത്തത് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് CHO എന്ന് പറയുന്ന ഗ്രൂപ്പ്. കണ്ടോ, CHO. ഈ കാർബണെ നോക്കണ്ട, ബാക്കി ഇത്രയും കൗണ്ട് ചെയ്യുക. CHO. ഈ കാർബണെ നോക്കണ്ട, ബാക്കി ഇത്രയും കൗണ്ട് ചെയ്യുക. CO. ഈ കാർബണെ നോക്കണ്ട, ബാക്കി ഇത്രയും കൗണ്ട് ചെയ്യുക. COH, COO, CONH2, COCl. അങ്ങനെയാണ് നമ്മൾ കോമൺ ലൈൻ എഴുതുന്നത്. CHO.
അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? സി ഡബിൾ ബോണ്ട് ഓയുടെ ഒരു സൈഡിൽ എച്ചും ഒരു സൈഡിൽ സി. ഇത് വന്നാൽ നമ്മൾ നെയിം ചെയ്യുന്നത്, ഇതിനെ നമ്മൾ സഫിക്സ് ആയിട്ടാണ് എഴുതുന്നത്. സഫിക്സ് ആയിട്ട് അവസാനത്തെ ഇ മാറ്റിയിട്ട് എൽ കൊടുക്കുക. ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് നിങ്ങളുടെ കാർബൺ ചെയിനിൽ വരുന്നതെങ്കിൽ അവസാനത്തെ ഇ മാറ്റിയിട്ട് എൽ കൊടുക്കുക. മനസ്സിലായില്ല? നമുക്ക് ചെയ്യാം. നോക്കണേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. CH3CHO ഏതാ ഫങ്ഷണൽ ഗ്രൂപ്പ്? താണ്ട ആൽഡിഹൈഡ് CHO. എങ്ങനെ നെയിം ചെയ്യുന്ന? നോർമൽ രീതിയിൽ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിനെ നെയിം ചെയ്യുന്നത് ആദ്യം വേർഡ് റൂട്ട് എഴുതും. വേർഡ് റൂട്ട് പ്ലസ് എത്രാമത്തെ കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നേക്കുന്നത് പ്ലസ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഏത് സഫിക്സ് ആണ്, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ, സഫിക്സ് എഴുതും. അതിനുശേഷം എന്താ, നമ്പർ കൊടുക്കുക. എത്രാമത്തെ കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നേക്കുന്നത്. അതിനുശേഷം ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ നെയിം. നെയിം എന്ന് പറഞ്ഞാൽ എന്താണോ അത്. നെയിം എന്ന് പറഞ്ഞാൽ CH ആകുമ്പോൾ ഈ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം, എൽ കൊടുക്കണം. ഇനി ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിന് മുന്നേ എഴുതുക. ബ്രാഞ്ചിൻ്റെ നമ്പർ കൂടെ കൊടുക്കുക. ഇതാണ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാലുള്ള നെയിമിങ്. നമുക്ക് നോക്കാം, ടെൻഷൻ അടിക്കണം, നോക്കാം. ഇതിൻ്റെ പേര് ഇവിടെ നമുക്ക് ബ്രാഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് ഈ പോർഷൻ നമുക്കില്ല. വേർഡ് റൂട്ട് ആദ്യം എഴുതുക. എത്ര കാർബൺ? 2 കാർബൺ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ കാർബൺ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാർബൺ അല്ലേ, കൗണ്ട് ചെയ്യണോ? ചെയ്യണം, കാർബണെ കൗണ്ട് ചെയ്യണം. 2 കാർബൺ വരുമ്പോൾ എത്ത്. ഇനി സഫിക്സ് മീൻസ് സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ. അത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ മാത്രമേ നമ്പർ കൊടുക്കാത്തേ ഉള്ളൂ. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ആണെങ്കിൽ നമ്പർ കൊടുക്കണം. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എ. ഇനി എന്ത് ചെയ്യാം, നമ്പർ എന്ന് പറയുമ്പോൾ എത്രാമത്തെ കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. 1 2 ഏതാ ചെറിയ നമ്പർ? ഇത് 2, ഇത് 1. ഏതാ? 1 ചെറിയ നമ്പർ. സോ അവസാനത്തെ ഈ മാറ്റണം. എന്നിട്ട് ഒന്നാമത്തെ കാർബണിലാണ് അവസാനത്തെ ഈ മാറ്റി എന്ത് കൊടുക്കുക, എൽ. സോ പേരെന്തുവാ, ഈതാൻ 1 ആൾ. അല്ലെങ്കിൽ ഈ 1 നമ്മളങ്ങനെ കോമണി എഴുതാറില്ല, ഇങ്ങനെയും പറയാറുണ്ട്, എത്തനാൾ ഇങ്ങനെയും വിളിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായില്ല, കുഴപ്പമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ബ്രാഞ്ച് ഒന്നും ഇല്ലല്ലോ. എത്ര കാർബൺ? വേർഡ് റൂട്ട് 3 കാർബൺ. 3 കാർബൺ വരുമ്പോൾ പ്രൊപ്പ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ. അവസാനത്തെ ഈ മാറ്റുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫങ്ഷണൽ ഗ്രൂപ്പിന് വേണം ചെറിയ നമ്പർ കിട്ടാൻ. അതിനുശേഷം ഡബിൾ ബോണ്ട്, പിന്നെ ട്രിപ്പിൾ ബോണ്ട്, അതിനുശേഷം ബ്രാഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ ബോണ്ടിന് ചെറിയ, ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടണം. അതിനനുസരിച്ച് ആ സൈഡ് ഏതാണോ ആ സൈഡിലുള്ള ബ്രാഞ്ചിന് നമ്പർ എടുക്കണം. ഇപ്പം അങ്ങനല്ല, ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ ഇടണം. ആ സൈഡിൽ വരുന്ന ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിൻ്റെയും ബ്രാഞ്ചിൻ്റെ നമ്പർ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ ഇടണം. ഇവിടെ നോക്കിയാൽ 3ാമത്തെ കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇവിടെ നോക്കിയാൽ 1ാമത്തെ കാർബൺ. അപ്പോൾ 1ാമത്തെ കാർബൺ. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴുള്ള നമ്പറിങ് വേണം ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും ബ്രാഞ്ചിനും എല്ലാം കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. സോ 1ാമത്തെ കാർബണിൽ എ. പ്രൊപ്പാൻ 1 ആൾ. 3ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോങ്ങസ്റ്റ് ചെയിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞത് ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്നത്. രണ്ടാമത് പറഞ്ഞത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉൾപ്പെടുന്ന മാക്സിമം കാർബൺ വരുന്ന ചെയിൻ. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ലോങ്ങസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്ന ചെയിൻ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ചെയിൻ ഏതാ? 1 2 3 ഇതെടുക്കാൻ പറ്റുമോ? ഇല്ല, ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. 1 2 3 4 എടുക്കാമല്ലോ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ലോങ്ങസ്റ്റ് ചെയിൻ. എത്ര കാർബൺ? 1 2 3 4 വരുമ്പോഴത്തേക്ക് ബ്യൂട്ട്. എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ, ബ്യൂട്ടേ. ഇനി എന്ത് ചെയ്യണം, നമ്പർ ചെയ്യണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, റൈറ്റിൽ നിന്ന് 1 2 3 4 നാലാമത്തെ കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, 1 ഒന്നാമത്തെ കാർബണിൽ ഫങ്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ വേണം എടുക്കാനായിട്ട്. 1 2 3 4 ഒന്നാമത്തെ കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അവസാനത്തെ ഈ മാറ്റുന്നു.
ഒന്നാമത്തെ കാർബണിൽ AL. ഒന്ന് എഴുതിയില്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ എത്രാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്? മൂന്നാമത്തെ കാർബൺ. ഏതാ ബ്രാഞ്ച്? മീഥൈൽ. പേരെന്തുവാ? 3-methyl butane 1-ol. കഴിഞ്ഞു. ഓക്കെ, വീണ്ടും മനസ്സിലായില്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ. ആഹാ, എഴുതാം, പേരെഴുതാം. ഒന്ന് പറഞ്ഞേ. ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ബ്രാഞ്ച് ഇല്ല. അപ്പോൾ ഇങ്ങനെ തന്നെയായിട്ട് പേരെഴുതും. എവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ 1 2 3 4 നാലാമത്തെ കാർബൺ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3. ഡബിൾ ബോണ്ട് നോക്കണ്ട. ഡബിൾ ബോണ്ട് മാത്രമുള്ളെങ്കിൽ അതിന് ചെറിയ നമ്പർ കിട്ടണമായിരുന്നു. ഇപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അതിനാണ് പ്രയോറിറ്റി. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. അതിന് ചെറിയ നമ്പർ കിട്ടിയെന്ന് ആ രീതിയിലുള്ള നമ്പറിങ് വേണം ഡബിളിനും ട്രിപ്പിളിനും എടുക്കാനായിട്ട്. ഒന്നാമത്തെ കാർബൺ. എത്ര കാർബൺ? 4 വരുമ്പോൾ ബ്യൂട്ട്. സിംഗിൾ ബോണ്ടാണോ? അല്ല, ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട്. എത്രാമത്തെ കാർബണിൽ? രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്. ബ്യൂട്ട് 2E. അവസാന തീ മാറ്റുന്നു, അല്ലെ? അവസാന തീ മാറ്റുന്നു. എത്രാമത്തെ കാർബണിൽ? ഒന്നാമത്തെ കാർബണിൽ AL. പേരെന്തുവാ? ബ്യൂട്ട് 2-in-1-ol. സിമ്പിൾ. ഇതാണ് ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്. തീർന്നില്ല, ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. 4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇതിനകത്ത് ബ്രാഞ്ച് ഉള്ളത് നമ്മൾ ചെയ്തു, ഡബിൾ ബോണ്ട് വരുന്നത് ചെയ്തു. ഇനി ബ്രാഞ്ചും ഡബിൾ ബോണ്ടും കൂടെ വരുന്നത് ചെയ്ത് നോക്കാം. പേരെഴുതാം. എവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം? ആർക്ക് ചെറിയ നമ്പർ കിട്ടണം? ഫങ്ഷണൽ ഗ്രൂപ്പിന്. ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കൊടുക്കുക. 1 2 3. പറ്റത്തില്ല. 1 2 3 4 5. കൊള്ളാം. ഫങ്ഷണൽ ഗ്രൂപ്പ് കൊണ്ട് ഡബിൾ ബോണ്ടും ഉണ്ട്. 1 2 3 4 5. കൊള്ളാം. ഫങ്ഷണൽ ഗ്രൂപ്പ് കൊണ്ട് ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. എവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം? ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന്. അതിനാണ് ചെറിയ നമ്പർ കിട്ടണം. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1 2 3 4 5. 5 കാർബൺ. 5 കാർബൺ വരുമ്പോഴത്തേക്കും പെൻഡ്. എല്ലാം സിംഗിൾ ബോണ്ട് ആണോ? അല്ല. മൂന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്. മൂന്നാമത്തെ കാർബണിൽ E. അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ AL. അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി നാലാമത്തെ കാർബണിൽ ബ്രാഞ്ച്. നാലാമത്തെ കാർബണിൽ ഏത് ബ്രാഞ്ച്? മീഥൈൽ ബ്രാഞ്ച്. കഴിഞ്ഞു. പേര് പറ. 4-methyl പെൻഡ് 3-in-1-ol. സിമ്പിൾ സാധനം, എളുപ്പം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. താഴെ എഴുതാമേ. 6ാമത്തെ ക്വസ്റ്റ്യൻ. ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഇട്ടേക്കാം. നിങ്ങൾക്കൊരു വേണ്ട, ഇങ്ങനെ വെച്ച് ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ 1 2 3 എടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് വന്നിട്ടില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം, അതിനുശേഷം ഡബിൾ ബോണ്ട് വരണം, അതിനുശേഷം മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരണം. അങ്ങനെ 1 2 3 4 5. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. നമ്പർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് സ്റ്റാർട്ട്. അപ്പോൾ ചെറിയ നമ്പർ ആവും. 1 2 3 4 5. 5 വരുമ്പോഴത്തേക്ക് പെൻഡ്, അല്ലേ? ഇനി എത്രാമത്തെ കാർബണിലാണ്? മൂന്നാമത്തെ അയ്യോ, ഇത് തന്നെയാണ്. അല്ലല്ല, മൂന്നാമത്തെ കാർബണിൽ എന്തുവാ? E. അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ AL. രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ. പേര് പറ. 2-methyl പെൻഡ് 3-in-1-ol. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, ഇതിപ്പോൾ നമ്മൾ ഇതാണ് എഴുതി. നമുക്ക് ലൈൻ നൊട്ടേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ലൈൻ നൊട്ടേഷൻ ചെയ്യണ്ടേ? ലൈൻ നൊട്ടേഷൻ ചെയ്യാം. നോക്കിക്കോണേ. 7ാമത്തെ ക്വസ്റ്റ്യൻ. പേര് പറ. കൺഫ്യൂഷൻ. ഇത് ഇങ്ങനെ എന്ത് തേങ്ങയും വരച്ച് വെച്ചേക്കുന്നതായിരിക്കും ആദ്യം മനസ്സിൽ ഉദ്ദേശിച്ചത്. ഇത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ജംഗ്ഷൻ ഇല്ലേ? ജംഗ്ഷൻ എന്നാൽ കാർബണിനകത്ത് ഡബിൾ ബോണ്ട് O വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഗ്രൂപ്പ് ഉണ്ട്? കാർബണയിൽ. ഇനി ആ കാർബണയിൽ ഇതിലേതാണെന്ന് കൺഫേം ചെയ്യണം. അതാണ്ട ഈ ഡബിൾ ബോണ്ട് ഓയുടെ ഒരു സൈഡിൽ കാർബൺ, ഒരു സൈഡിൽ ഹൈഡ്രജൻ. ഡബിൾ ബോണ്ട് ഓയുടെ ഒരു സൈഡിൽ കാർബൺ, ഒരു സൈഡിൽ ഹൈഡ്രജൻ. അപ്പോൾ ഇത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡ്. അപ്പം ആൽഡിഹൈഡിൻ്റെ ലോങ്സ്റ്റ് ചെയിൻ ബ്രാഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. 1. ഇതാണ് കാർബണിൽ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണത്, അല്ലാതെ H എന്നല്ല. ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 1 2 3 4 5. നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന് വലിയ നമ്പർ ആവും, ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ വരണം. 5 കാർബൺ. 5 വരുമ്പോഴത്തേക്ക് പെൻഡ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ കൊടുക്കാമായിരുന്നു. സിംഗിൾ ബോണ്ട് അല്ല. 4ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ടാണ്.
അവസാനത്തെ ഈ മാറ്റുന്നു, ഒന്നാമത്തെ കാർബണിൽ പേര് പറ, പെൻഡോഫോറീൻ 1 ആണ്. സിമ്പിൾ സാധനം. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ. ഡബിൾ ബോണ്ട് എച്ച്, ദാണ്ട കിടക്കുന്ന ഒരാൾ, ദാണ്ട ഒരു ബോണ്ട്. ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ദാണ്ട ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് ആൽഡിഹൈഡ് ആണോ? സി ഡബിൾ ബോണ്ട് ഓ, ഒരു സൈഡിൽ എച്ച് ഒരു സൈഡിൽ സി, ആൽഡിഹൈഡ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. 1 2 3 4 5 6, 1 2 3 4 5 6, എങ്ങനെ നോക്കിയാലും 6. ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ബ്രാഞ്ചായിട്ട് മാറും. ബ്രാഞ്ചിൽ എത്ര ജംഗ്ഷൻ ഉണ്ട്? 2 ജംഗ്ഷൻ. 2 ജംഗ്ഷൻ വരുമ്പോൾ എത്ത്, ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ഇത് എവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം? ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിന് വലിയ നമ്പർ ആവും. 1 ഇതെത്ര? 2 ഇതെത്ര? 3 ഇതെത്ര? 4 ഇതെത്ര? 5 ഇതെത്ര? 6. 6 കാർബണാണ് ലോങ്ങസ്റ്റ് ചെയിൻ. 6 കാർബൺ വരുമ്പോഴത്തേക്ക് ഹെക്സ്. എത്രാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട്? 2ാമത്തെ കാർബണിൽ ഇ, ഡബിൾ ബോണ്ട് 2ാമത്തെ കാർബണിൽ ഇ. ശരിയല്ലേ? പിന്നെന്താ? അവസാനത്തെ ഈ മാറ്റുന്നു, 1ാമത്തെ കാർബണിൽ AL. ഇനി വേറെ വല്ലതും ഉണ്ടോ? ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്. എത്രാമത്തെ കാർബണിലാണ്? 4ാമത്തെ കാർബണിൽ. ഏതാ ബ്രാഞ്ച്? ഈഥൈൽ ബ്രാഞ്ച്. ആൻസർ എന്തുവാ? 4 ഈഥൈൽ ഹെക്സ് 2 1. സിമ്പിൾ സാധനം. ഇതാണ് ആൽഡിഹൈഡ്. അപ്പം 8 ഞാൻ ചെയ്തു. 9ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കാണ്, ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. ഈ സാധനത്തിൻ്റെ പേര് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം പേരങ്ങ് കണ്ടുപിടിച്ചോളൂ. ഇതിൻ്റെ പേര് ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്പർ കൊടുക്കുക, ബ്രാഞ്ചിൻ്റെ പേര് ആദ്യം എഴുതുക, പിന്നെ പേര് എഴുതുക. ഇതാണ് ആൽഡിഹൈഡ്. അപ്പോൾ 1ാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പായി ആൽഡിഹൈഡ്. ഓക്കെ, അപ്പോൾ കാർബണയിൽ ഒരെണ്ണം കഴിഞ്ഞ് ആൽഡിഹൈഡ്. ഒരു ഫ്ലോ കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. 2ാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോണാണ്. കീറ്റോൺ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് CO എന്നാണ്. CO അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ട് ഓയുടെ 2 സൈഡിലും കാർബൺ. പേര് പറയട്ടെ, എക്സാമ്പിൾ ചെയ്യട്ടെ. ഇത് എഴുതുന്നത് അവസാനത്തെ ഈ മാറ്റിയിട്ട് ON കൊടുക്കുക. അവസാനത്തെ ഈ മാറ്റിയിട്ട് ON കൊടുക്കുക. ഓക്കെ, ഇത് കണക്ക് തന്നെ മാറ്റമൊന്നുമില്ല. വേറെ നമ്പർ, നെയിം എന്ന് പറഞ്ഞാൽ ON കൊടുക്കുക, നമ്പർ കണ്ടുപിടിക്കുക, സഫിക്സ് കൊടുക്കുക, ഡബിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ വേർഡ് റൂട്ട് എഴുതുക, ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിനെ മുന്നേ എഴുതുക. ബാക്കിയെല്ലാം പഴയ കണക്ക് തന്നെ. 1ാമത്തെ എക്സാമ്പിൾ CH3 CO CH3. ഇത് കീറ്റോൺ ആണോ? CO വരുന്നവരെല്ലാം എന്താ? കീറ്റോൺ ആണ്. COയുടെ 2 സൈഡിലും കാർബൺ ആണ്. COയുടെ 2 സൈഡിലും കാർബൺ. ഇത് കീറ്റോൺ ആണ്. ആദ്യം വേർഡ് റൂട്ട് എഴുതാം. എത്ര കാർബൺ? 1 2 3. 3 വരുമ്പോഴത്തേക്ക് പ്രൊപ്പ്. എല്ലാം സിംഗിൾ ബോണ്ടാണ്. പ്രൊപ്പെയിൻ. ഇനി നമ്പറും നെയിം. നമ്പർ എത്രാമത്തെ കാർബണിലാണ്? 1 2. 2ാമത്തെ കാർബണിൽ CO. 1 2. 2ാമത്തെ കാർബണിൽ CO. അപ്പോൾ എങ്ങനെ നോക്കിയാലും 2 ആണ്. സോ അവസാനത്തെ ഈ മാറ്റുന്നു, 2ാമത്തെ കാർബണിൽ ONE. ONE ആണ് നമ്മൾ ആര് റെപ്രസെൻ്റ് ചെയ്യുന്നത്? കീറ്റോണെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വീണ്ടും 2ാമത്തെ ക്വസ്റ്റ്യൻ CH3 CH2 CO CH3. പറഞ്ഞേ. 1 2 3 4. 4 വരുമ്പോഴത്തേക്ക് ബ്യൂട്ട്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് A. അവസാനത്തെ ഈ മാറ്റുന്നു, COയ്ക്ക് ചെറിയ നമ്പർ. CO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിന് ചെറിയ നമ്പർ കിട്ടണം. 1 2 3 1 2. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കണം 1 2 2. വീണ്ടും 3ാമത്തെ ക്വസ്റ്റ്യൻ CH3 CH ഡബിൾ ബോണ്ട് CH CO CH3. പേര് പറഞ്ഞേ. കീറ്റോൺ ആണല്ലോ. 1 2 3 4 5. 5 വരുമ്പോഴത്തേക്ക് പെൻഡ്. ഇനി സിംഗിൾ ബോണ്ടാണ് ഡബിൾ ബോണ്ടാണ്, പക്ഷെ COയ്ക്ക് വേണം ചെറിയ നമ്പർ കിട്ടാൻ. 1 2 3 4 വരും. 1 2. അപ്പോൾ ഇവിടെ നിൽക്കണം 1 2 3 4 5. അപ്പം 3ാമത്തെ കാർബണിൽ ഈ അവസാനത്തെ ഈ മാറ്റുന്നു, 2ാമത്തെ കാർബണിൽ O. പെൻഡ് 3 2.
നാലാമത്തെ ക്വസ്റ്റ്യൻ, CH3 CH ഡബിൾ ബോണ്ട് CH, ഇവിടെ ഞാൻ മായിച്ചിട്ടൊരു CH3 കൊടുക്കുകയാണ്. ഓക്കെ, CH CO CH2 CH3. ഓക്കെ, നോക്കാം നമുക്ക്. 1 2 3 4 5 6, 1 2 3 4 5 6, എങ്ങനെ നോക്കിയാൽ 6 തന്നെ. സോ ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. ഇത് ബ്രാഞ്ചിൻ്റെ പേര് മീഥൈൽ. സിഒയ്ക്ക് വേണം ചെറിയ നമ്പർ കിട്ടാൻ. 1 2 3 4, 1 2 3. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ എടുക്കണം. 1 2 3 4 5 6, 6 കാർബൺ. 6 കാർബൺ വരുമ്പോൾ ഹെക്സിൽ നാലാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, നാലാമത്തെ കാർബണിൽ ഇ അല്ലേ, ഹെക്സ് പിന്നെ സഫിക്സ് പിന്നെ നമ്പർ, അവസാനത്തെ ഈ മാറ്റുന്നു, നമ്പർ കൊടുക്കുന്നു. എത്രാമത്തെ കാർബണിൽ? മൂന്നാമത്തെ കാർബണിൽ ഓൾ. തീർന്നില്ല. ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം എഴുതണം വിത്ത് നമ്പർ. ബ്രാഞ്ച് ഉണ്ട് മീഥൈൽ, വിത്ത് നമ്പർ. എത്രാമത്തെ കാർബണിൽ? അഞ്ചാമത്തെ കാർബണിൽ. സോ പേര് പറ, 5 മീഥൈൽ ഹെക്സ് 4 3 ഓൾ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെറ്റവനെ നോക്കാം. മെറ്റവൻ എന്ന് പറയുമ്പോൾ ആരാ? നമ്മുടെ ലൈൻ നൊട്ടേഷൻ നോക്കാം. ഒരു 3 ക്വസ്റ്റ്യൻ പറയട്ടെ. ലൈൻ നൊട്ടേഷൻ നോക്കിക്കോണേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കീറ്റോൺ ആണോ? നമുക്ക് നോക്കാം. ഇവിടെ ഒരു സി ഉണ്ടല്ലേ, സി ഡബിൾ ബോണ്ട് O. സി ഡബിൾ ബോണ്ടയുടെ ഈ സൈഡിൽ കാർബൺ ഒന്നും എഴുതിയിട്ടില്ല. ഒന്ന് ഇതിൽ ജംഗ്ഷൻ കാർബൺ, ഇവിടെ ഒന്നും എഴുതില്ല, ജംഗ്ഷൻ കാർബൺ. സി ഡബിൾ ബോണ്ടോയുടെ രണ്ട് സൈഡിലും കാർബൺ. അപ്പോൾ ഇത് കീറ്റോൺ ആണ്. അതേസമയം ഇവിടെ എച്ച് എന്ന് എഴുതിയെങ്കിലോ ഇത് ആൽഡിഹൈഡാണ്. ഇവിടെ എച്ച് ഇല്ല, സോ ഇത് കീറ്റോൺ ആണ്. എത്ര കാർബൺ? ബ്രാഞ്ച് ഒന്നും ഇല്ലല്ലോ. 1 2 3 4 5 വരുമ്പോൾ പെൻഡ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ, അവസാനത്തെ ഈ മാറ്റുന്നു. 1 2 3, നാലാമത്തെ കാർബൺ. 1 2, രണ്ടാമത്തെ കാർബൺ 2 22. കീറ്റോൺ ആണോ? താണ്ട ഇവിടെ ഒരു സി ഉണ്ട്, സി ഡബിൾ ബോണ്ട് O. അതിൽ ഈ സൈഡിലും കാർബൺ, ഈ സൈഡിലും കാർബൺ. കീറ്റോൺ ആണ്. ഡബിൾ ബോണ്ട് കൊണ്ട് ബ്രാഞ്ചും ഉണ്ട്, പക്ഷേ കീറ്റോൺ വേണം ചെറിയ നമ്പർ കിട്ടാൻ. ഇവിടെ നിന്ന് എടുത്താൽ കീറ്റോൺ വലിയ നമ്പർ ആയി പോകും. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാം. 1 2 3 4 5, ഇങ്ങോട്ട് പോയാലും 6, ഇങ്ങോട്ട് പോയാലും 6 6 കാർബൺ. 6 കാർബൺ വരുമ്പോൾ പേരെന്തുവാ? ഹെക്സ്. എത്രാമത്തെ കാർബണിലെ ഡബിൾ ബോണ്ട്? മൂന്നാമത്തെ കാർബണിൽ ഈൻ, അവസാനത്തെ ഈ മാറ്റുന്നു, രണ്ടാമത്തെ കാർബണിൽ ഓൺ. ശരിയല്ലേ? ഇനി ആരാ ബ്രാഞ്ച്? അഞ്ചാമത്തെ കാർബണിൽ ഏത് ബ്രാഞ്ച്? മീഥൈൽ ബ്രാഞ്ച്. കഴിഞ്ഞു. സിമ്പിൾ സാധനം. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ആഹാ, എഴുതാം. കീറ്റോൺ ആണോ? സി ഡബിൾ ബോണ്ട് ഓയുടെ ഈ സൈഡിലും കാർബൺ, ഈ സൈഡിലും കീറ്റോൺ ആണ്. നമ്പർ ചെയ്യാം. ഇവിടുന്ന് വേണം നമ്പർ എടുക്കാൻ. 1 2 3 4. ഇങ്ങോട്ട് പോകാൻ പറ്റൂ? ഇല്ല, ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്, ഇങ്ങോട്ട് പോയേ പറ്റൂ. 5 6 7, ഇങ്ങോട്ട് പോയാലും 8, ഇങ്ങോട്ട് പോയാലും 8. ലോങ് സ്റ്റേയിൽ 8 കാർബൺ. 8 കാർബൺ വരുമ്പോഴത്തേക്ക് ഒക്ട്. അഞ്ചാമത്തെ കാർബണിൽ ഈൻ, അവസാനത്തെ ഈ മാറ്റുന്നു, രണ്ടാമത്തെ കാർബണിൽ ON. ഇനി ബ്രാഞ്ച് നോക്കി. 4 ഈഥൈൽ, 7 മീഥൈൽ. ഈ ഈഥൈലാണ് ആൽഫബറ്റിൽ ഫസ്റ്റ്. സോ 4 ഈഥൈൽ, പിന്നെ 7ാമത്തെ കാർബണിൽ മീഥൈൽ. സോ പേര് പറ. 4 ഈഥൈൽ 7 മീഥൈൽ ഒക്ട് 5 in 2. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് 7ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് 3 ബ്രാഞ്ച് വന്നിട്ടുണ്ട്, പക്ഷെ 3 മീഥൈലാണ്. അപ്പോൾ ട്രൈ മീഥൈൽ എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം കാർബണയിൽ കീറ്റോൺ 1. അപ്പോൾ നമ്മളിപ്പോൾ 2 എണ്ണമാണ് പഠിച്ചത്. ഒന്നാമത്തെ ആൾ ആൽഡിഹൈഡ് പഠിച്ചു, രണ്ടാമത്തെ ആൾ കീറ്റോൺ പഠിച്ചു. ഇനി മൂന്നാമത്തെ ആൾ ആസിഡിനെ പഠിക്കാൻ പോവുക. ആസിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, COOH, COOH. അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ട് ഓയുടെ ഒരു സൈഡിൽ OHും ഒരു സൈഡിൽ സിയും. ഇങ്ങനെ പേരെഴുതുന്നത് അവസാനത്തെ ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ് കൊടുക്കുക. ഓയിക് ആസിഡ്, അവസാനത്തെ ഈ മാറ്റി ഓയിക് ആസിഡ് കൊടുക്കുക. നോക്കാം, നോക്കിയാണേ. ഒന്നാമത്തെ എക്സാം CH3 CHO, COOH. എത്ര കാർബൺ? 2 കാർബൺ. 2 കാർബൺ വരുമ്പോൾ എത്ത്. സിംഗിൾ ബോണ്ട് നോക്കാം. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് A. അവസാനത്തെ ഈ മാറ്റുന്നു, കാർബൺ 1 2, രണ്ടാമത്തെ കാർബൺ 1 2, ഒന്നാമത്തെ കാർബൺ. ഒന്നാമത്തെ കാർബണിൽ ഓയിക് ആസിഡ്. 1 2 1 2, ഒന്നാമത്തെ കാർബൺ എടുക്കുന്നതാണ് നല്ലത്. നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
പേര് പറ. 1 2 3 4 4 വരുമ്പോൾ ബ്യൂട്ട്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ അവസാന തീ മാറ്റുന്നു. 1 2 3 4 1 2 3 4 ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 OH ആസിഡ്. അപ്പോൾ ബ്യൂട്ടാൻ 1 OH ആസിഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ CH3 CH ഡബിൾ ബോണ്ട് CH CH2 COOH. നാലാമത്തെ ക്വസ്റ്റ്യൻ CH3 CH CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH CH2 COH. ബ്രാഞ്ച് വരും. ചെയ്ത് നോക്കാം. അത് ഇവനെ ചെയ്യാം. ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാൻ. 1 2 3 4 5 5 കാർബൺ. 5 വരുമ്പോഴത്തേക്ക് പെൻഡ്. മൂന്നാമത്തെ കാർബണിൽ ഇ അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OH ആസിഡ്. ആഹാ, ബ്രാഞ്ച് ഒന്നും ഇല്ലല്ലോ, കഴിഞ്ഞു. ഇവിടെ നോക്കിക്കേ, ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 6 6 6 കാർബൺ. 6 കാർബൺ വരുമ്പോഴത്തേക്ക് ഹെക്സ്. മൂന്നാമത്തെ കാർബണിൽ ഇ അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OH ആസിഡ് അല്ലേ. അഞ്ചാമത്തെ കാർബണിൽ ഏത് ഗ്രൂപ്പ്? മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ പേര് പറ. 5 മീഥൈൽ ഹെക്സ് 3 ഈൻ 1 OH ആസിഡ്. കഴിഞ്ഞു. ഇനി നമുക്ക് ലൈൻ നൊട്ടേഷൻ നോക്കാം. ലൈൻ നൊട്ടേഷൻ. ഓക്കെ, ഒരു 4 ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കാണേ. ഏഴാമത്തെ ക്വസ്റ്റ്യനും 6ാമത്തെ ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക്. സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആസിഡ് ആണോ? താണ്ട ഇവിടെ ഒരു സി ഉണ്ട്. സി ഡബിൾ ബോണ്ടോ. സി ഡബിൾ ബോണ്ടോ ഒരു സൈഡിൽ ആരാ? OH. സി ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ OH, ഒരു സൈഡിൽ ആരാ? കാർബൺ, ഒരു സൈഡിൽ കാർബൺ. ആസിഡാണ്. ഇവിടുന്ന് വേണം നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാൻ. 1 സിയിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ 2 3 4 4 കാർബൺ. 4 കാർബൺ വരുമ്പോൾ ബ്യൂട്ട്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OH ആസിഡ്. ഈ മാറ്റിയിട്ട് OH ആസിഡ് കൊടുക്കണം. ഇനി മൂന്നാമത്തെ കാർബണിൽ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്, മീഥൈൽ. 3 മീഥൈൽ ബ്യൂട്ടാൻ 1 OH ആസിഡ്. വീണ്ടും 6ാമത്തെ ക്വസ്റ്റ്യൻ. സി ഡബിൾ ബോണ്ടോട് ഒരു സൈഡിൽ OH, ഒരു സൈഡിൽ സിയും കാർബോക്സിലിക് ആസിഡ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3 4 5. കൗണ്ടിങ് കറക്റ്റ് അല്ലേ? 5 വരുമ്പോഴത്തേക്ക് എന്തുവാ? പെൻഡ്. എത്രാമത്തെ കാർബണില? രണ്ടാമത്തെ കാർബണിൽ ഈൻ അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OH ആസിഡ്. ഓക്കെ, ഫൈൻ, സമ്മതിച്ചു. ബ്രാഞ്ച് വന്നിട്ടുണ്ടോ? ഉണ്ട്. ഏതാ? 4ാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. മീഥൈൽ. അപ്പോൾ പേര് 4 മീഥൈൽ പെൻഡ് 2 ഈൻ 1 OH ആസിഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ. എവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നു? നമ്മുടെ OH ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 അല്ലേ, 2 3 4 5 4 5. ഇങ്ങനെ പോയാലും 4 5, ഇങ്ങനെ പോയാലും 4 5. പക്ഷേ ഇങ്ങനെ പോയാൽ നമുക്ക് ഒറ്റ ബ്രാഞ്ച് കിട്ടും, ഇങ്ങനെ പോയാൽ നമുക്ക് 2 ബ്രാഞ്ച് കിട്ടും. സോ 4 5 ഇപ്പോൾ 2 ബ്രാഞ്ചായി. കാർബണിൻ്റെ എണ്ണം രണ്ടിടത്തോട്ട് സെയിം ആണെങ്കിൽ ബ്രാഞ്ചിൻ്റെ എണ്ണം കൂടിയ സ്ഥലത്ത് വേണം പോകാനായിട്ട്. 5 വരുമ്പോഴത്തേക്ക് എന്താ വിളിപ്പേര്? പെൻഡ് അല്ലേ. രണ്ടാമത്തെ കാർബണിൽ ഈൻ അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OH ആസിഡ്. ഇനി ബ്രാഞ്ച് ഏതാ? മൂന്നാമത്തെ കാർബണിൽ ഈഥൈൽ, 4ാമത്തെ കാർബണിൽ മീഥൈൽ. ഈഥൈലല്ലേ ഫസ്റ്റ്. സോ 3 ഈഥൈൽ, പിന്നെന്തുവാ? 4 മീഥൈൽ പെൻഡ് 2 ഈൻ 1 OH ആസിഡ്. കഴിഞ്ഞു. ആസിഡും കഴിഞ്ഞു. 3 എണ്ണമായി. ആൽഡിഹൈഡായി, കീറ്റോണായി, ആസിഡായി. ഇനി 3 എണ്ണം കൂടെ നോക്കാം. 4ാമത്തെ ആളെ നോക്കാം. സോ നമ്മുടെ 4ാമത്തെ ആള് എസ്റ്റർ ആണ്. എസ്റ്റർ എസ്റ്ററിനത് ഇങ്ങനെ ആയിരിക്കും. COO ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ടോയുടെ ഒരു സൈഡിൽ ഓയും ഒരു സൈഡിൽ സി. നെയിം ചെയ്യുന്നത് നോർമൽ രീതിയിലല്ല, അതുകൊണ്ട് അതിനെ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല, നെയിം ചെയ്യാൻ പോവാണ്. നോക്കിക്കോണേ. കണ്ടോ, ഇതിനെ നെയിം ചെയ്യുന്നത് ശ്രദ്ധിച്ചോണേ. എസ്റ്റർ ആണെങ്കിൽ എങ്ങനെ മനസ്സിലായി? COO ഉണ്ട്. COO കഴിഞ്ഞിട്ട് വരുന്ന ഗ്രൂപ്പിനെ കട്ട് ചെയ്യാം.
അതിൻ്റെ കൂടെ YL ചേർത്തിട്ട് ആദ്യം എഴുതും. CH3 ഒരു കാർബൺ, മെത്ത്, മീഥൈൽ, അതിനെ ആദ്യം എഴുതും. ബാക്കിയുള്ള കാർബണിൻ്റെ കൂടെ OH ചേർക്കും. അവസാനത്ത് ഈ മാറ്റിയിട്ട് OH ചേർക്കും. അതായത് ഇതിനെ നിങ്ങൾ ഇതേ കണക്ക് ചെയ്യണം. എന്നാൽ ഇതിനെ നിങ്ങൾ ആദ്യം എഴുതണം. ഇവിടെ വരുന്ന ഗ്രൂപ്പിനെ ഇതേ കണക്ക് നിങ്ങൾ ചെയ്യണം. ഇതേ കണക്ക് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം എഴുതണം, വേർഡ് റൂട്ട് സഫിക്സ് എല്ലാം എഴുതണം. പക്ഷേ അത് ഈ O കഴിഞ്ഞിട്ട് വരുന്ന ആളില്ലേ, അയാൾ വേണം ഇതിനെ കാട്ടിയൊക്കെ മുന്നേ വരാൻ. അത്രയേ ഉള്ളൂ സംഭവം. മീഥൈൽ 2 കാർബൺ ആകുമ്പോൾ എത്ത് അല്ലേ. ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അവസാനത്ത് ഈ മാറ്റി OH കൊടുക്കുക. അപ്പം എത്ത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 8, അവസാനത്ത് ഈ മാറ്റുന്നു. എത്രാമത്തെ കാർബണിൽ? 1 2 1 2 ഒന്നാമത്തെ കാർബണിൽ OH. ഇനി ഇയാളെ വേണം ആദ്യം എഴുതാൻ. ഏതാ? മീഥൈൽ. എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തേക്ക്. മീഥൈൽ എഴുതാൻ 1 OH. മനസ്സിലായില്ല? ഒന്നും കൂടെ ചെയ്യാം. CH3 CH2 COO CH3. COO വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാം. ഇതിനെ എങ്ങനെ പേര് എഴുതുന്ന? ഇതേ കണക്ക് ഈ മാറ്റിയിട്ട് OH കൊടുക്കുക. OATE. കൗണ്ട് ചെയ്യാം. പറഞ്ഞേ. 1 2 3 കാർബൺ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3 3 വരുമ്പോൾ പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 8, അവസാനത്ത് ഈ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OH. ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇതിനെ ആദ്യം എഴുതുന്നു. എത്ര കാർബൺ? ഒരു കാർബൺ വരുമ്പോൾ മെത്ത്, അതിൻ്റെ കൂടെ YL. മീഥൈൽ പ്രൊപ്പൈൻ 1 OH. വീണ്ടും 1 2 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എവിടെ വെച്ച് കട്ട് ചെയ്യുന്നു? O വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. ഇങ്ങനൊരു ഗ്രൂപ്പ് ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? ബാക്കിയുള്ളതിൻ്റെ പേരിടും. 4 കാർബൺ ഇവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3 4 4 കാർബൺ വരുമ്പോൾ ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് അല്ല, രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഈനുണ്ട്. അവസാനത്ത് ഈ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OH. കഴിഞ്ഞു. ഇതാണ് മെയിൻ ചെയിൻ. ആരാദ്യം എഴുതണം? 2 കാർബൺ വരുമ്പോൾ എത്ത്, അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം? YL. ഇത് മനസ്സിലായില്ല? നാലാമത്തെ ക്വസ്റ്റ്യൻ. COO വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. ബാക്കിയുള്ളതിൻ്റെ പേര് എഴുതും. ബാക്കിയുള്ളതിൻ്റെ പേരാണ് അതായി കാണിച്ചേക്കുന്നത്. നോക്കാം. COO ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1. അതിന് വേണം ചെറിയ നമ്പർ കിട്ടാൻ. 2 3 4 5 5 കാർബൺ. ഓക്കെ. സോ 1 2 3 4 5 5 വരുമ്പോഴത്തേക്ക് പേര് നോക്കിയാണേ. പേര് എവിടെ എഴുതാണേ? എത്ര കാർബൺ? 5 കാർബൺ മുമ്പ് പെൻഡ്. സിംഗിൾ ബോണ്ട് ആണോ? അല്ല. രണ്ടാമത്തെ കാർബണിൽ ഈനുണ്ട്. അവസാനത്തെ ഈ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OH. കഴിഞ്ഞു. പക്ഷെ നാലാമത്തെ കാർബണിൽ മീഥൈലുണ്ട്. അതിനെ ആദ്യം എഴുതണം. നാലാമത്തെ കാർബണിൽ മീഥൈൽ. ഇനി ഇതിനെല്ലാം അങ്ങ് മൊത്തത്തിലങ്ങ് ബ്രാക്കറ്റിൽ കൊടുക്കുക. കാരണം അതാ വേറൊരു ഗ്രൂപ്പിനെ നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞ് പരിഗണിച്ചിട്ടുണ്ട്. അയാളെ വേണം ആദ്യം എഴുതാൻ. എന്തുവാ? മീഥൈൽ. അതിന് നമ്പറൊന്നുമില്ല. മീഥൈൽ പേരെന്തുവാ? മീഥൈൽ 4 മീഥൈൽ. ഈ 4 മീഥൈൽ ഇതെന്തുവാ? നമ്മുടെ മെയിൻ ചെയിനിൽ വന്ന ബ്രാഞ്ചാണ്. അതിന് ബ്രാക്കറ്റിനകത്ത് ഇട്ടേക്കുക. ഇതാണ് എക്സ്റ്റർണൽ നെയിമിങ്. ഓക്കെ, ക്ലിയർ ആയില്ല? ദെൻ അഗെയിൻ എക്സ്റ്റർണൽ ഇച്ചിരി വ്യത്യാസമാണ് നെയിമിങ് ആണ്. നമുക്ക് പ്രശ്നം നോക്കണേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എവിടെ വെച്ച് കട്ട് ചെയ്യുക? COO വെച്ച് കട്ട് ചെയ്യുക. ഇങ്ങനൊരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല. ബാക്കിയുള്ളതിനെ പേര് ചെയ്തിട്ട് അതിനെ ആദ്യം എഴുതിയാൽ മതി, ബ്രാക്കറ്റ് ഇട്ടിട്ട്. എവിടുന്ന് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടുന്ന്. ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. 1 എസ്റ്റർ ആണ്. CO. 2 ഇങ്ങോട്ട് പോകണോ? പോവാം. പക്ഷെ പോകാൻ പറ്റത്തില്ല, കാരണം ഡബിൾ ബോണ്ട് ഇവിടെ കിടക്കണം. അപ്പോൾ ഇങ്ങോട്ട് പോയേ പറ്റൂ. 3 4 5 6 6 6 6 കാർബൺ വരുമ്പോൾ ഹെക്സ്. ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ. മൂന്നാമത്തെ കാർബണിൽ ഈ, അവസാനത്ത് ഈ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OH. ബ്രാഞ്ച് ഉണ്ടോ? ഉണ്ട്. ഇവിടെയുണ്ട്. അതിൽ ഈഥൈലാണ് ആൽഫബറ്റിൽ ഫസ്റ്റ്. സോ 2 ഈഥൈൽ. പിന്നെ അഞ്ചാമത്തെ കാർബണിൽ മീഥൈൽ. മൊത്തവും ബ്രാക്കറ്റിൽ കൊടുക്കുക. കാരണം പുറത്ത് ആരുണ്ട്? ഒരു കാർബൺ വരുന്ന ബ്രാഞ്ച് മീഥൈൽ.
ഇതാണ് പേര്. മീഥൈൽ, 2 മീഥൈൽ, 5 മീഥൈൽ, ഹെക്സ് 3-in-108. ഓക്കെ, സോ ലൈൻ നൊട്ടേഷൻ ചെയ്യുന്നു. ലൈൻ നൊട്ടേഷൻ ചെയ്യാൻ പോകുന്നു. ലൈൻ നൊട്ടേഷൻ നമ്മൾ എടുക്കുകയാണ്. ഇതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. എവിടെ വെച്ച് കട്ട് ചെയ്യാം? സി ഡബിൾ ബോണ്ട് ഓയുടെ ഒരു സൈഡിൽ ഓയും ഒരു സൈഡിൽ കാർബണും എസ്റ്ററാണ്. ഓ വെച്ച് കട്ട് ചെയ്യാം. ഇങ്ങനൊരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല. എത്ര കാർബൺ വരുന്ന ഗ്രൂപ്പായിരുന്നു അത്? 2 കാർബൺ വരുന്ന ഗ്രൂപ്പ്. അവിടെ നിൽക്കട്ടെ. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? താണ്ട സി ഡബിൾ ബോണ്ട് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3 4 5 6 6 കാർബൺ. 6 കാർബൺ വരുമ്പോൾ വിളിക്കുന്ന പേര് ഹെക്സ്. ഡബിൾ ബോണ്ട് ഉണ്ടോ? ഉണ്ട്. 3ാമത്തെ കാർബണിൽ ഇ, അവസാനത്തെ ഇ മാറ്റുന്നു. 1ാമത്തെ കാർബണിൽ OH. ബ്രാഞ്ച് ഉണ്ടോ? ഉണ്ട്. 5ാമത്തെ കാർബണിൽ മീഥൈൽ എന്ന് പറയുന്നൊരു ബ്രാഞ്ച് മെയിൻ ചെയിനിൽ ഇരിപ്പുണ്ട്. മൊത്തത്തിൽ ബ്രാക്കറ്റ് ഇടുന്നു. ഇതിന് ഏറ്റവും ആദ്യം എഴുതുന്നു. 2 കാർബൺ വരുന്ന ആൾ, 2 കാർബൺ എത്ത്, ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ഇഥൈൽ 5 മീഥൈൽ ഹെക്സ് 3-in-108. സിമ്പിൾ. ഒരു ക്വസ്റ്റ്യൻ കൂടെ, 8ാമത്തെ ക്വസ്റ്റ്യൻ. ആഹാ, വലിയൊരു കോമ്പൗണ്ട് ആണല്ലോ. മുകളത്തെ പേരങ്ങ് വായിക്കുകയാണെ. എനിക്ക് താഴോട്ട് എഴുതാൻ വയ്യാത്തതുകൊണ്ട് മുകളത്തെ പേര് വായിക്കുന്നു. മുകളത്തെ ക്വസ്റ്റ്യനും വായിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാ നമ്പറിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. ഇങ്ങനൊരാൾ നമ്മുടെ കയ്യിലില്ല. 3 കാർബൺ വരുന്ന ആളാണ്. 1 2 3. അവിടെ നിൽക്കട്ടെ. ഇവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3 4 5 6 6 കാർബൺ. 6 കാർബൺ വരുമ്പോൾ ഹെക്സ്. 3ാമത്തെ കാർബണിൽ ഇ, അവസാന തീ മാറ്റുന്നു. 1ാമത്തെ കാർബണിൽ OH. ബ്രാഞ്ച് നോക്കാം. ഈഥൈൽ മീഥൈൽ. ഈഥൈലാണ് ആൽഫബറ്റിൽ ഫസ്റ്റ്. സോ 2 ഈഥൈൽ. എത്ര മീഥൈലുണ്ട്? 2 മീഥൈലാകുമ്പോൾ ഡൈമീഥൈൽ. 2 മീഥൈൽ. 3ലും 5ലും 3,5 ഡൈമീഥൈൽ. മൊത്തത്തിൽ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. പുറത്ത് 1 2 3 വരുമ്പോൾ പ്രൊപ്പൈൽ. സിമ്പിൾ. അപ്പം നിങ്ങൾക്കുള്ള എക്സാമ്പിൾ ഇതാ കിടക്കുന്നു. പിടിച്ചോളൂ. നിങ്ങൾക്കുള്ള എക്സാമ്പിൾ ഇതാ വരുന്നു. ആ പിടിച്ചോ. ആ കൊള്ളാം. ഓക്കെ. പേരെഴുതാം. കമൻറ്റ് ബോക്സിലിടും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പം എസ്റ്ററും കഴിയും. അപ്പം നമ്മൾ 4 ഫങ്ഷണൽ ഗ്രൂപ്പായി. 2 എണ്ണം കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ സെക്ഷൻ ഞാൻ കഴിയും. 5ാമത്തെ ആൾ അമ്മൈഡാണ്. അമ്മൈഡ് ഇങ്ങനെ ഇരിക്കുന്നത് CONH2 അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ട് ഓയുടെ ഒരു സൈഡിൽ NH2ഉം ഒരു സൈഡിൽ കാർബൺ. അവസാനത്തെ ഈ മാറ്റിയിട്ട് അമ്മൈഡെന്ന് കൊടുക്കുക. പേരെഴുതാം. പോലോട്ട് നോക്കണേ. CH3 CONH2. എത്ര കാർബൺ? 2 കാർബൺ. 2 കാർബൺ വരുമ്പോഴത്തേക്ക് എത്ത്. പിന്നെ സഫിക്സ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് A. ഇനി അവസാന തീ മാറ്റുന്നു. നമ്പർ കൊടുക്കുന്നു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2. 1ാമത്തെ കാർബണിൽ അമ്മൈഡ്. പേരെന്തുവാ? ഈഥാൻ 1 അമ്മൈഡ്. ഓക്കെ. 2ാമത്തത് CH3 CH2 CONH2. 3 കാർബൺ. പ്രൊപ്പ് സിംഗിൾ ബോണ്ട് A. അവസാന തീ മാറ്റുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3. 1ാമത്തെ കാർബണിൽ അമ്മൈഡ്. ഓക്കെ, മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ബാക്കി പറഞ്ഞേ. 3ാമത്തെ ക്വസ്റ്റ്യൻ. CH3 CH ഡബിൾ ബോണ്ട് CH CONH2. ഒന്ന് പറഞ്ഞേ. 4ാമത്തത് CH3 CH3 CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH CH2 CONH2. ഒന്ന് പറഞ്ഞേ. അമ്മൈഡാണ് CONH2. ഇവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3 4. 4 കാർബൺ.
4 വരുമ്പോഴത്തേക്ക് ബ്യൂട്ടാണ്. രണ്ടാമത്തെ കാർബണിൽ ഈൻ ഇരിപ്പുണ്ട്. അവസാനം തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ അമ്മൈഡ്. ഒന്നാമത്തെ കാർബൺ അമ്മൈഡ്. പിന്നെ വേറെ ഒന്നുമില്ല, കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അമ്മൈഡാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3 4 5 6 6 കാർബൺ. 6 കാർബൺ വരുമ്പോൾ ഹെക്സ്. മൂന്നാമത്തെ കാർബണിൽ ഈൻ, അവസാനം തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ അമ്മൈഡ്. ഇനി അഞ്ചാമത്തെ കാർബണിൽ ഏത് ഗ്രൂപ്പ്? മീഥൈൽ ഗ്രൂപ്പ്. കഴിഞ്ഞു. സിമ്പിൾ. അപ്പം അമ്മൈഡ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് വേണ്ട എന്താ ലൈൻ നൊട്ടേഷൻ നോക്കാം. ഒരു 2 ലൈൻ നൊട്ടേഷനും കൂടെ നോക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള 2 ലൈൻ നൊട്ടേഷൻ നോക്കാം. സി ഡബിൾ ബോണ്ട് ഓയുടെ ഒരു സൈഡിൽ NH2 ഒരു സൈഡിൽ കാർബൺ അമ്മൈഡാണ്. അപ്പോൾ ഇവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 6 കാർബൺ. 6 കാർബൺ വരുമ്പോൾ ഹെക്സ്. അഞ്ചാമത്തെ കാർബണിൽ ഇ, അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ അമ്മൈഡ്. ബ്രാഞ്ച് എത്രാമത്തെ കാർബണില? മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ. സിമ്പിൾ സാധനം. അപ്പോൾ എന്താ എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള എക്സാമ്പിൾ നോട്ട് ചെയ്തോ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള എക്സാമ്പിൾ ട്രിപ്പിൾ ബോണ്ട് ഇരിക്കട്ടെ. ട്രിപ്പിൾ ബോണ്ട് ഇത് നമ്മൾ ചെയ്തില്ലല്ലോ. താണ്ട ബ്രാഞ്ച്, 2 ബ്രാഞ്ച് വരുന്ന എക്സാമ്പിൾ ചെയ്ത് നോക്കാമല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഏതും കഴിഞ്ഞു, അമ്മൈഡും കഴിഞ്ഞു. ഇനി ഒരേ ഒരെണ്ണവും കൂടെ ഉള്ളൂ. ഏതാ? ആസിഡ് ക്ലോറൈഡ്. അപ്പോൾ അതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത വരുന്ന എക്സാമ്പിൾ ആസിഡ് ക്ലോറൈഡ് ആണ്. ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡ് എങ്ങനെ ഇരിക്കുന്നത്? COCl. COCl അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ടോയുടെ ഒരു സൈഡിൽ Clഉം ഒരു സൈഡിൽ കാർബൺ. അവസാന തീ മാറ്റുന്നു. OYl ക്ലോറൈഡ്. മാറ്റമൊന്നുമില്ല, അവസാന തീ മാറ്റിയിട്ട് OYl ക്ലോറൈഡ്. ഓക്കെ, അത് ചെയ്യാം. പോലെ നോക്കിയേ. CH3 CH CH3 CH2 COCl. നോക്കാം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? COCl നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഫങ്ഷണൽ ഗ്രൂപ്പ് അതാണ്. ചെറിയ നമ്പർ കിട്ടണം. 2 3 4 4 കാർബൺ. 4 വരുമ്പോൾ എന്തുവാ? ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് അല്ലേ? എയിൻ. അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OYl ക്ലോറൈഡ്. ഇനി മൂന്നാമത്തെ കാർബണിൽ ഏത് ബ്രാഞ്ച്? മീഥൈൽ എന്ന് പറയുന്ന ബ്രാഞ്ച്. കഴിഞ്ഞു. സിമ്പിൾ സാധനം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. CH3 CH CH3 CH ഡബിൾ ബോണ്ട് CH CH2 COCl. ആസിഡ് ക്ലോറൈഡ് അല്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 6 കാർബൺ. 6 വരുമ്പോഴത്തേക്ക് പേരെന്തുവാ? ഹെക്സ്. എത്രാമത്തെ കാർബണില? മൂന്നാമത്തെ കാർബണിൽ ഈൻ, അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OYl ക്ലോറൈഡ്. ഓക്കെ, ഫൈൻ. എത്രാമത്തെ കാർബണില? അഞ്ചാമത്തെ കാർബണിൽ ഏത് ഗ്രൂപ്പ്? മീഥൈൽ ഗ്രൂപ്പ്. മീഥൈൽ ഗ്രൂപ്പ്. കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ സാധനമല്ലേ. ഇനി നമുക്ക് എന്ത് നോക്കാം? നമുക്കൊരു 2 ലൈൻ നൊട്ടേഷനും കൂടെ നോക്കിക്കളയാം. 2 ലൈൻ നൊട്ടേഷനും കൂടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലൈൻ നൊട്ടേഷൻ നോക്കിക്കോണേ. Cl ഒരു ഡബിൾ ബോണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഡബിൾ ബോണ്ട് OCl. ഇവിടെ ഒരു ബ്രാഞ്ച്. ഡബിൾ ബോണ്ട് ഇവിടെ ഒരു ബ്രാഞ്ച്. കുഴപ്പമില്ലല്ലോ. വീണ്ടും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഡബിൾ ബോണ്ട് Cl. ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്. ചെയ്ത് നോക്കാം നമുക്ക്. നമുക്കൊരു കാര്യം, ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് കൂടെ കൊടുക്കാം. ഒരു സന്തോഷം. ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 അല്ലേ? സി ഡബിൾ ബോണ്ടോയുടെ ഒരു സൈഡിൽ Clഉം ഒരു സൈഡിൽ കാർബണും. സി ഡബിൾ ബോണ്ടോയുടെ ഒരു സൈഡിൽ Clഉം ഒരു സൈഡിൽ കാർബണും. 1 2 3 4 5 5 കാർബൺ. 5 വരുമ്പോഴത്തേക്ക് പേര് പറ. പെൻറ്റ്. നാലാമത്തെ കാർബണിൽ ഈൻ, അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OYl ക്ലോറൈഡ്. ഓക്കെ, ഫൈൻ. ഇത് പറഞ്ഞു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3. ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഡബിൾ ബോണ്ട് ഇവിടെ കിടക്കുക. 4 5 6 6 കാർബൺ വരുമ്പോൾ പേരെന്തുവാ? ഹെക്സ്. ഹെക്സ്. എത്രാമത്തെ കാർബണില? മൂന്നാമത്തെ കാർബണിൽ ഏതാ?
ഈ ഡബിൾ ബോണ്ട് അവസാന തീ മാറ്റുന്നു. ഒന്നാമത്തെ കാർബണിൽ OYl ക്ലോറൈഡ്. ഇനി ബ്രാഞ്ച് ഏതാ? മൂന്നാമത്തെ കാർബണിലും 5ലും. 3ലേതാ? ഈതയിൽ. അത് വേണം ആദ്യം എഴുതാം. സോ 3 ഈതൈൽ. പിന്നെ 5ലാരാ? മീതൈൽ. 5 മീതൈൽ. ഓക്കെ ആണല്ലോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നല്ലേ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? 1 2 3 4. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ട്രിപ്പിൾ ബോണ്ട് ഇവിടെ കിടക്കുക. 5 6 7. പേരെഴുതാം. 7 കാർബൺ വരുമ്പോൾ പേരെന്തുവാ? ഹെപ്റ്റ്. എത്രാമത്തെ കാർബൺ? ഡബിൾ കൊണ്ട് ട്രിപ്പിൾ കൊണ്ടല്ലേ. ഡബിൾ ബോണ്ടിന് വിളിക്കുന്ന പേരെന്തുവാ? ഈൻ. ട്രിപ്പിൾ ബോണ്ടിന് എന്തുവാ? വൈൻ. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? ഈനല്ലേ. സോ 2 ഈൻ. പിന്നെ 6 വൈൻ. അതാ ഈ എഴുതാൻ പറ്റത്തില്ല. ഈയും വൈയും ഒരുമിച്ച് വരാൻ പാടില്ല. ഇനി അവസാന തീ മാറ്റിയിട്ട്, അവസാന തീ ഇതല്ലേ, അത് മാറ്റിയിട്ട് ഒന്നാമത്തെ കാർബണിൽ OYl ക്ലോറൈഡ്. OYl ക്ലോറൈഡ്. ഇനി ബ്രാഞ്ച് ഉണ്ടോ? 4ലൊരു ബ്രാഞ്ച് ഈതയിൽ, 5ലൊരു ബ്രാഞ്ച് മീതയിൽ. ഈതലല്ലേ ഫസ്റ്റ്? 4 ഈതൈൽ. 3 മീതൈൽ. കഴിഞ്ഞു. സിമ്പിൾ സാധനം. ആറാമത്തെയും കഴിഞ്ഞു. പക്ഷേ ഇതിന് നമ്മൾ ഹോംവർക്ക് കിട്ടില്ലല്ലോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അതുപോലെ നോക്കിക്കോണേ. ഇത് സ്വന്തമായിട്ട് ചെയ്തിട്ട് വരണേ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഡബിൾ ബോണ്ട് OCl. ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, നമുക്കൊരു ട്രിപ്പിൾ ബോണ്ട് കൊണ്ടിട്ടേക്കാം അല്ലേ. ഇവിടെ ഒരു ബ്രാഞ്ച് വേണ്ട, അവിടെ ബ്രാഞ്ച് വരത്തില്ല. ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്. ഇവിടെ ചെയ്യാമല്ലോ. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മളിപ്പം ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഒരു ഫാമിലിയാണ് പഠിച്ചത്, കാർബണൈൽ എന്ന് പറയുന്ന ഫാമിലി. അതിൽ നമുക്ക് 6 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. 6 എണ്ണം പഠിച്ചു. അപ്പോൾ C ഡബിൾ ബോണ്ടോടെ ഏതൊക്കെ സൈഡിൽ ആരൊക്കെ വരുമ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ചെയ്യും. ഇനി നമുക്കൊരു 3-4 ഫങ്ഷണൽ ഗ്രൂപ്പും കൊണ്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ മിക്സഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആസിഡും ആൽഡിഹൈഡും ഒക്കെ ഒരുമിച്ച് വരുന്നത് അങ്ങനെയുണ്ട്. അതും കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും.